ഇന്ന് നമുക്ക് ധ്യാനിക്കാൻ കിട്ടിയിരിക്കുന്ന വേദഭാഗം ലൂക്കോസ് 8-ാം അധ്യായം 50 മുതൽ 56 വരെയുള്ള വാക്യങ്ങൾ. യേശു അത് കേട്ടറെ, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, എന്നാൽ ആൾ രക്ഷപ്പെടുമെന്ന് അവനോട് ഉത്തരം പറഞ്ഞു. വീട്ടിൽ എത്തിയാറെ പത്രോസ്, യോഹന്നാൻ, യാക്കോബ് എന്നിവരെയും ഭാര്യയുടെയും അപ്പനെയും അമ്മയും ആരെയും അവൻ കണ്ണോട് കൂടി അകത്തു വീഴാൻ സമ്മതിച്ചില്ല. എല്ലാവരും അവളെ ചൊല്ലി കരയും മുറയിടുകയും ചെയ്യുമ്പോൾ, കരയേണ്ട, അവൾ മരിച്ചില്ല, ഉറങ്ങാത്തേ എന്ന് അവൻ പറഞ്ഞു. ആരോ അവൾ മരിച്ചുപോയി എന്നറിയുക കൊണ്ട് അവൻ പരിഹസിച്ചു. എന്നാൽ അവൻ അവളോട് കൈക്ക് പിടിച്ചു, ബാലെ, എഴുന്നേൽക്ക് എന്ന് ഉറക്കെ പറഞ്ഞു. അവളുടെ ആത്മാവ് മടങ്ങി വന്നു. അവൾ ഉടനെ എഴുന്നേറ്റു. അവൾക്ക് ഭക്ഷണം കൊടുപ്പാൻ അവൻ കൽപ്പിച്ചു. അവളുടെ അമ്മ അപ്പന്മാർ വിസ്മയിച്ചു. സംഭവിച്ചത് ആരോടും പറയരുതെന്ന് അവൻ അവനോട് കൽപ്പിച്ചു. പ്രിയ സുഹൃത്തുക്കളെ, വലിയ നോയമ്പിൻ്റെ ഈ വിശുദ്ധ ദിവസങ്ങളിൽ നാം ഏവരും ദൈവത്തോട് കൂടുതൽ അടുക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും നോയമ്പ് നോക്കുകയും ചെയ്യുന്നു. ഈ വലിയ നോയമ്പിൻ്റെ 50 ദിവസങ്ങളിൽ നാം പ്രാർത്ഥനയുടെയും നോയമ്പിൻ്റെയും കാലമായി കരുതുന്നു. യേശു അത് കേട്ടാറെ, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, എന്നാൽ അവൾ രക്ഷപ്പെടുമെന്ന് അവനോട് ഉത്തരം പറഞ്ഞു. ഇവിടെ യേശു കർത്താവ് നമ്മെ വിശ്വാസം പഠിപ്പിക്കുന്നു. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറയുന്നു. അവൾ രക്ഷപ്പെടുമോ എന്ന് ചുറ്റും നിൽക്കുന്നവർക്ക് സംശയമുണ്ടെങ്കിലും അവൾക്ക് പുതുജീവൻ നൽകിയ യേശു നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധി വന്നാലും അതിനെ വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു ദൈവം നമുക്കുണ്ടെന്നാണ് നമ്മുടെ വിശ്വാസം. എല്ലാവരും അവളെ ചൊല്ലി കരയും മുറയിടുകയും ചെയ്യുമ്പോൾ, കരയേണ്ട, അവൾ മരിച്ചില്ല, ഉറങ്ങാണത്ര എന്ന് അവൻ പറഞ്ഞു. നമ്മുടെ വിശ്വാസത്തിന് പ്രതിഫലം തരുന്ന നമ്മുടെ ജീവനുള്ള ദൈവം നമ്മുടെ ഭൂമിയിൽ ജീവിതത്തിൽ തക്കവണ്ണം പ്രതിഫലം നമുക്ക് എന്തായാലും ലഭിക്കുമെന്ന് എല്ലാവരും പറയാറില്ലേ? നാം ഈ ഭൂമിയുള്ള സമയത്ത് എത്ര നന്നായി ജീവിക്കാൻ സാധിക്കുമോ അങ്ങനെ ജീവിക്കുക. അതായത് നമ്മുടെ ജീവിതം മറ്റുള്ളവർക്കും കൂടി സഹായമാവാൻ ഉള്ളതാവണം. ഈ നോയമ്പ് കാലത്ത് ഇഷ്ടഭക്ഷണം വെടിയുന്നത് പോലെ ഭക്ഷണമില്ലാത്തവർക്ക് നൽകാൻ കൂടി നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം. അതിനുവേണ്ടി പരിശ്രമിക്കണം. പാവങ്ങൾക്ക് കൊടുക്കുമ്പോൾ ആ ദൈവത്തിന് കൊടുക്കുന്നു എന്ന വിശ്വാസം നാം ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ. നാം മറ്റുള്ളവർക്ക് ചെയ്യുന്ന നന്മകൾ ആ ദൈവത്തിന് പോലെ ചെയ്യുന്നതാവണം, മറ്റുള്ളവർക്ക് കാണിക്കാനുള്ളതാകരുത്. നമ്മുടെ ശരീരത്തിന് ഭക്ഷണം ആവശ്യമായതുപോലെ നമ്മുടെ ആത്മാവിനും പ്രാർത്ഥനയും ആവശ്യമല്ലോ. നമ്മുടെ പ്രാർത്ഥന നമ്മുടെ ആത്മാവിനും ഭക്ഷണമായി തീരുവാൻ നാം എല്ലാവരും പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യണം. എല്ലാ തെറ്റുകളിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ദൈവം നമ്മോട് കൂടി ഉണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം. ഈ നോയമ്പ് കാലത്ത് എല്ലാ ദൈവമക്കളും ദൈവകൃപ ലഭിക്കാൻ ഇടയാകട്ടെ. ആമീൻ.